ഇനി എന്താന്ന് വെച്ചാൽ നമ്മുടെ സുരേഷ് ഗോപിക്ക് മാധ്യമപ്രവർത്തകരോട് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇനി അടുത്ത പുതിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. പണ്ട് നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞൊരു ഇതുണ്ടല്ലോ, കടക്ക് പുറത്ത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞിടയ്ക്കും സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ, എനിക്കൊന്ന് പുള്ളിക്ക് എന്തോ ഒരു ദേഷ്യമാണെന്ന് തോന്നുന്നു മാധ്യമപ്രവർത്തകരെന്ന് പറയുന്നത്. ആദ്യം മറ്റേ മീഡിയ വണ്ണിലെ മാധ്യമപ്രവർത്തകരെ തോളിൽ കൈയിട്ടെന്നും പറഞ്ഞ് പുള്ളിക്കെതിരെ ഒരു കേസ് വന്നായിരുന്നു. അതിനുശേഷം നമ്മുടെ മുകേഷിൻ്റെ ലൈംഗിക പീഡനാരോപണ കേസിൽ അഭിപ്രായം ചോദിക്കാൻ ചെന്ന മാധ്യമപ്രവർത്തകരെ പിടിച്ച് തള്ളി. മനോരമ, മീഡിയ വൺ തുടങ്ങിയ മാധ്യമപ്രവർത്തകരെ പിടിച്ച് തള്ളി. അങ്ങനെ രോഷാകുലനായിട്ടുണ്ടായിരുന്നു അദ്ദേഹം. ഇപ്പോൾ വീണ്ടും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് കയർത്തിരിക്കുകയാണ്. അതായത് വഖഫ് വിഷയത്തിലെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകനെ അടുത്തേക്ക് വിളിച്ചു വരുത്തി കയർത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിപ്പോ ഒരു വലിയ ഷോ കാണിക്കാന്നുള്ള രീതിയാണോ? ആയിരിക്കാം. കേന്ദ്രമന്ത്രിക്ക് എന്തുമാകാം. പുള്ളി എനിക്ക് ഒന്നേ സിനിമാ നടനായിരുന്നല്ലോ, സിനിമയിലാണെന്നായിരിക്കും ചിലപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അതാണ് സംഭവം. വഖഫ് വിഷയത്തിലെ പ്രസംഗത്തിന് ശേഷം അതേപ്പറ്റി 2 പ്രമുഖ നേതാക്കൾ നടത്തിയ പരാമർശത്തിലുള്ള പ്രതികരണമാണ് മാധ്യമപ്രവർത്തകൻ തേടിയത്. മറുപടി പറയാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയ സുരേഷ് ഗോപി തുടർന്ന് മാധ്യമപ്രവർത്തകനെ അടുത്തേക്ക് വിളിച്ചു വരുത്തി താങ്കൾ പ്രസംഗം നേരിട്ട് കേട്ടിരുന്നു എന്ന് ചോദിച്ചു. താങ്കളുടെ പ്രസംഗത്തെക്കുറിച്ച് നേതാക്കൾ നടത്തിയ പ്രതികരണത്തിലുള്ള അഭിപ്രായമാണ് ചോദിച്ചതെന്ന് മാധ്യമപ്രവർത്തകൻ ആവർത്തിച്ചപ്പോൾ ചോദ്യത്തിന് മറുപടി നൽകാൻ സൗകര്യമില്ലെന്നും ഈ വിഷയത്തിൽ പാർലമെന്റിൽ വേണ്ടത് കാണിച്ചു തരാമെന്നും അദ്ദേഹം പറഞ്ഞു. ജസ്റ്റ് ഒരു ഉത്തരം പറയാൻ അദ്ദേഹത്തിന് വയ്യ, സൗകര്യമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. എന്തോ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഇറങ്ങി വരുന്ന സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നെങ്കിൽ. അതെ, അതായത് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കണമെന്നോ സിനിമയിലെ കാര്യങ്ങൾ അങ്ങനെ എന്തോ അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകാൻ അദ്ദേഹത്തിന് സൗകര്യമില്ല, ഞാൻ പാർലമെന്റിൽ വേണ്ടത് കാണിച്ചു തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് വീഡിയോയിൽ പകർത്താൻ മന്ത്രിയുടെ ഗൺമാൻ ശ്രമിച്ചു. അപ്പോൾ ഈ സാധനം വീഡിയോയിൽ പകർത്താൻ മന്ത്രിയുടെ ഗൺമാൻ ശ്രമിച്ചു. താങ്കൾ വീഡിയോ ചിത്രീകരിക്കുകയാണെങ്കിൽ ഇത് ഞങ്ങളും ചിത്രീകരിക്കുമെന്ന് മാധ്യമപ്രവർത്തകൻ അറിയിച്ചതോടെ ഗൺമാനെ സുരേഷ് ഗോപി തന്നെ വിലക്കി. അപ്പം സുരേഷ് ഗോപിയോട് സംസാരിക്കുന്നത് മന്ത്രിയുടെ ഗൺമാൻ ഷൂട്ട് ചെയ്യാൻ ചെയ്തപ്പോൾ മാധ്യമപ്രവർത്തകരും പറഞ്ഞു ഞങ്ങളും അങ്ങനെ ചെയ്യുമെന്ന്. അതുകൊണ്ട് ഗൺമാനെ അദ്ദേഹം വിലക്കിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ നടപടി അപലപനീയമാണെന്ന് കേരള പത്രപ്രവർത്തക യൂണിയനും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബും പ്രതികരിച്ചു. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകരോട് എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്ന് അറിയില്ല. പ്രശ്നമല്ല, ഉത്തരം നൽകാൻ കഴിയാത്തതുകൊണ്ടാ, അത്രേ ഉള്ളൂ. അല്ല, എന്നാലും ഇതിപ്പോൾ ഒരു തവണയല്ലല്ലോ, കുറേ തവണയായി. സിനിമയിലെ ഡയലോഗൊക്കെ ഈയിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നിലെ പുള്ളിയുടെ വ്യക്തമായ നിലപാടുകൾ ചോദിക്കുമ്പോൾ തന്നെ പറയണം, അല്ലാണ്ട് ഇങ്ങനെ മാധ്യമ പ്രവർത്തകരുടെ മേത്തേക്ക് കയർത്തിട്ടും കയ്യേറ്റം ചെയ്തിട്ടും എന്താ കാര്യം? അതെ, അവര് മനുഷ്യരല്ലേ, അവര് മറ്റേ സിനിമയിലൊക്കെ എന്താ IPS കാരനായിട്ടൊക്കെ വന്നല്ലേ, അപ്പൊ ഇപ്പൊ കേന്ദ്രമന്ത്രിയായിട്ടല്ലേ വന്നേക്കുന്നത്. അപ്പൊ ആ ഒരു പവറും ആ ഡയലോഗ്സും ഒക്കെ പുള്ളി ഇപ്പൊ ജീവിതത്തിലും കൂടി പ്രവർത്തിപ്പിക്കുകയാണ്. നല്ലൊരു മനുഷ്യൻ തന്നെയാണ് സുരേഷ് ഗോപി എന്ന് ആണ്. കാരണം മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് കൊടുക്കുന്നതിൽ പുള്ളിക്കാരന് മടിയൊന്നുമില്ല. പക്ഷേ ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് ഇദ്ദേഹം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നു, സിനിമയിലുള്ള ആ ഒരു നേച്ചർ അല്ലല്ലോ അദ്ദേഹത്തിന്. കാരണം സിനിമയിലുള്ള എല്ലാവരും പറയുന്നത് അദ്ദേഹം നല്ല മനുഷ്യനാണ്, മറ്റുള്ളവരെ സഹായിക്കുന്ന മനുഷ്യർ. ഇപ്പോൾ നമ്മൾ കോടീശ്വരൻ പരിപാടിയൊക്കെ കണ്ടപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഒരു ഇഷ്ടമായിരുന്നു. കാരണം പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി അദ്ദേഹം പണം നോക്കാതെ പെരുമാറിയ ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു പരിപാടിയിൽ നിന്ന് പൈസ ആ ഒരു മത്സരിക്കുന്ന ആൾക്ക് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം തന്നെ കൊടുക്കും. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹം പെട്ടെന്ന് ഇനി മന്ത്രി ആയതുകൊണ്ടാണോ അതോ ഇനി പാർട്ടിയിൽ വന്നതുകൊണ്ടാണോ ഇങ്ങനെ ഒരു പ്രശ്നം എന്ന് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം വീണ്ടും വീണ്ടും മാധ്യമപ്രവർത്തകരോടാണ് ദേഷ്യമെല്ലാം തീർത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പാവങ്ങളാണ് മാധ്യമപ്രവർത്തകർ.